വെൽക്കം ടു ലൈഫ് ലോബ്സ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലേ, ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ലായിരുന്നു മോയ്സ്ചറൈസിങ് ക്രീം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഡ്രൈനെസ്സാണ്. എൻ്റെ ഫേസൊക്കെ കുളി കഴിഞ്ഞിട്ട് വന്നാലും ഒക്കെ ഭയങ്കര ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. പിന്നെ നെറ്റിയിലൊക്കെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വീഴാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം എന്ന്. ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിത് ഇടാതെ പറ്റാതെ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ്സാണ്. അപ്പം ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇത് നിവിയയുടെ ബോഡി ലോഷനാണ്. കയ്യിലും കാലിലും ഒക്കെ തേക്കുന്നതാണ്. ഒരു മൈൽഡ് സ്മെല്ലേ ഉള്ളൂ. പിന്നെ വളരെ തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇത് നിവിയ നല്ലതാണ്, അത്യാവശ്യം മോയ്സ്ചറൈസൊക്കെ ചെയ്യും. പിന്നെ ഇത് ഫേസിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് നിവിയയുടെ തന്നെയാണ്, നിവിയയുടെ തന്നെ സോഫ്റ്റ് ഡെയിലി UV ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം. ഇത് UV പ്രൊട്ടക്ഷനും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കയ്യിലും ഒക്കെ SPF 15 എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് കയ്യിലും ബോഡിയിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനിത് ഫേസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഇച്ചിരിയും കൂടെ തിക്ക് കൺസിസ്റ്റൻസിയാണ്. പക്ഷേ അങ്ങനെ കുരുവൊന്നും വരുന്നില്ല. പണ്ട് ഞാൻ മുമ്പ്, അതായത് നമ്മുടെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ക്രീം ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കുരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇടാതായത്. പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് കുരുവൊന്നും വരുത്തുന്നില്ല, പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പം ഞാനത് നൈറ്റും മോർണിംഗും ഇതാണ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിക്കാമേ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് നിവിയയുടെ ക്രീം കേട്ടോ. ഇങ്ങനെയാണ്. ഇതിൻ്റെ ഈ പേപ്പർ മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പകുതി യൂസ് ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ എങ്ങനെ. ഇതിൻ്റെത് വന്നിട്ട് ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യൂല. നല്ലതാണ്, എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് ഈ ഓവറായിട്ട് ഓയിലി ആയിട്ടിരുന്ന് എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര സ്ട്രോങ് സ്മെല്ലും അല്ല, ഭയങ്കര ലൈറ്റ് സ്മെല്ലാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ നെയിൽ പോളിഷൊന്നും കണ്ടാരും പേടിക്കല്ലേ, മാറ്റണം. അങ്ങനെ ഇതും ഒരു മൈൽഡ് സ്മെല്ലാണ്, ഭയങ്കര ഓവറായിട്ടുള്ളൊരു മണമൊന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത്. പണ്ട് നിവിയയുടെ ഈ ഒരു ബ്ലൂ കളറിലുള്ളൊരു ഡപ്പ ഉണ്ടായിരുന്നു, അറിയാമോ? അത് ഇച്ചിരി നല്ല സ്മെല്ലൊക്കെയാണ്. പക്ഷേ കട്ടിയായിട്ടുള്ളൊരു ക്രീമാണത്. അത് ഉപയോഗിച്ചിട്ടുള്ളവർ പറയണേ, അയ്യോ അന്നത്തെ കാലത്ത് എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര തിക്കായിട്ടുള്ളൊരു ക്രീമാണത്. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുമാതിരി എണ്ണ വാരി തേച്ചതുപോലെ ഇരിക്കും. എനിക്ക് ഈ എണ്ണയായിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഇത് വന്നിട്ട് ഗ്ലിസറിൻ ആൻഡ് റോസ് വാട്ടർ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പുള്ളിക്കാരി മോൾക്ക്, വീണ എന്നാണ് പേര്, മോൾക്ക്, കൊച്ചു മോൾക്ക് വന്നിട്ട് നല്ല ഡ്രൈനെസ് ആണേ. അപ്പം പുള്ളിക്കാരി മോൾക്ക് ഇതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതായത് ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ഒരു എണ്ണ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഇടാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 1 ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ 3 ഡ്രോപ്പ് വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ അങ്ങനെ ചേർത്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. ഇത് 30 റുപ്പീസ് അങ്ങനെ എന്തേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത് ഗ്ലിസറിൻ, ഇത് വന്നിട്ട് റോസ് വാട്ടർ, ഇതും 30 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 3 ഡ്രോപ്പ് എടുക്കുക, ഇത് ഗ്ലിസറിൻ 1 ഡ്രോപ്പ്, ആ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വച്ചിട്ട് അപ്ലൈ ചെയ്യാം. എന്തായാലും ഒരു പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി. എനിക്ക് കുഴപ്പം ചെയ്യുന്നില്ല, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. മീൻസ് അതിൻ്റെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഭയങ്കര വരൾച്ച തോന്നുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് രണ്ടും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മോയ്സ്ചറൈസിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുഖത്ത് എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നാൽപ്പാമരാതി കേരം, അത് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് തേക്കും കേട്ടോ. അതേ എനിക്ക് പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഡ്രൈനെസ്സായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. എന്നിട്ട് കഴുകിക്കളയും അങ്ങനെ. അപ്പം നൈറ്റിലും മോർണിംഗിലും ഇത് രണ്ടുമാണ്. ഇത് ബോഡിക്കും ഇത് മുഖത്തും ഇടും. ഇത് പിന്നെ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അത്
നിങ്ങൾ ഞാൻ എല്ലാവരോടും ഇടാൻ പറയുന്നില്ല, അത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ, ഇത് രണ്ടും. പിന്നെ ഇതൊക്കെ എല്ലാം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇടണം. എനിക്കിത് പ്രശ്നമില്ല എന്നുള്ളതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എല്ലാവരും നമ്മുടെ ബോഡിയിലോട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ ഇങ്ങനെ ക്രീം ഇടുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ഫേസിനൊരു ചേഞ്ചൊക്കെ വരും. എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുമാതിരി ഇങ്ങനെ കുരാന്നാണ് എൻ്റെ ഫേസ് ഇരുന്നത്. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ദയവേത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.